أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون. സൂറത്ത് റൂമാണ്. മക്കയിൽ അവതരിച്ചതാണ്. അതിൽ 60 ആയത്തുകളുണ്ട്. അലിഫ് ലാം മീം അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് അറിയാമെന്നാണ് അല്ലേ നാം അങ്ങനെ പറയാറ്. ഗുലിബത്തിർ റൂം, റോമക്കാരെ പരാജയപ്പെടുത്തപ്പെട്ടു എന്ന്. ഗുലിബത്ത് എന്ന് വെച്ചാൽ പരാജയപ്പെടുത്തപ്പെട്ടു. റൂമു റോമക്കാർ അവർ എന്താണ്, കിതാബിൻ്റെ ആളുകളായിരുന്നു, അതായത് ക്രിസ്ത്യാനികളായിരുന്നു. അവരെ പരാജയപ്പെടുത്തപ്പെട്ടു. ഫി അദിനൽ അർളി, അടുത്ത നാട്ടിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ താഴ്ന്ന ഭൂമിയിൽ വെച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തപ്പെട്ടു. വഹും മിംബാദ്, അതായത് മക്കയോട് അടുത്ത പ്രദേശം, അവിടെ വെച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തപ്പെട്ടു. വഹും മിംബാദി ഗലബിഹിം, ആ പേർഷ്യക്കാർ റോമക്കാരെ പരാജയപ്പെടുത്തിയ ശേഷം സയഗ്ലിബൂന, അവർ അടുത്ത് തന്നെ വിജയിക്കും. ആരെ അവർ പരാജയപ്പെടുത്തും? റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തുന്നതാണെന്ന് കണ്ട. അപ്പോൾ ഈ ഫി അദിനൽ അർളി എന്നുള്ളത് ഗുലിബത്ത് റൂമിലേക്ക് ബന്ധിക്കപ്പെട്ടതാണ്. വഹും മിംബാദി ഗലബിഹിം, അവർ തങ്ങളുടെ പരാജയത്തിന് ശേഷം അടുത്ത് തന്നെ വിജയം നേടുന്നു. അതാണ് പറഞ്ഞ. അപ്പോൾ അവർ മിംബാദി ഗലബിഹിം, അവർ എന്ന് വെച്ചപ്പോൾ ആരാ? ഈ റോമക്കാർ. മിംബാദി ഗലബിഹിം, ആ പേർഷ്യക്കാർ അവരെ പരാജയപ്പെടുത്തിയതിന് ശേഷം സയഗ്ലിബൂന, അവർ എന്ത് ചെയ്യും? ശേഷം അവർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. റോമുകാർ ശേഷം പരാജയപ്പെടുത്തും. എപ്പോഴാ? ഫി ബിളി സിനീൻ, ചില്ലറ കൊല്ലങ്ങളിൽ, അതായത് 10 വർഷത്തിന് താഴെയുള്ള കൊല്ലത്തിലായിട്ട് പരാജയപ്പെടുത്തും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു, അള്ളാഹുവിനാണ് അധികാരം മുമ്പും ശേഷവും. അപ്പോൾ അവിടെ പറഞ്ഞെന്താ? മിൻ ഖബ്ലു മുമ്പും, വ മിൻ ബഅദു ശേഷവും, പിമ്പും. വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്നേരം മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ സന്തോഷിക്കുന്നതാണ്. ബിനസ്രില്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, യൻസുറു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരവൻ സഹായിക്കും. വഹുവൽ അസീസുർ റഹീം, അള്ളാഹു കരുണാനിധിയും പ്രതാപശാലിയുമാണ്. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അള്ളാഹുവിൻ്റെ കരാറിനോട് അവൻ എതിരാകൂല. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതിനോടവൻ എതിരാകൂല, അവനതിനെ ലംഘിക്കൂല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും അത് അറിയുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ അതാ പറഞ്ഞ, പേർഷ്യക്കാർ റോമക്കാരെ പരാജയപ്പെടുത്തിയതും, അപ്പോൾ എന്ത് ചെയ്തു? മക്കക്കാർ സന്തോഷിച്ചു. അവർ പറഞ്ഞ്, കാരണം റോമക്കാർ എന്താണ്, അഹ്ലി കിതാബിൻ്റെ ആളുകളാണല്ലോ. അപ്പോൾ റോമക്കാരോട് കൂടുതൽ സാദൃശ്യം മുസ്ലിങ്ങളാണ്. പേർഷ്യക്കാർ ബഹുദൈവാരാധകരാണ്. അവർ മക്ക ഖുറൈശികളോടാണ് അവരുടെ വിശ്വാസമുള്ളത്. അപ്പോൾ റോമക്കാരെ പരാജയപ്പെടുത്തപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? മക്കയിലെ കാഫിര്യങ്ങൾ സന്തോഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളും അതുപോലെ നിങ്ങളെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറയാണ്, അടുത്ത സമയത്ത് തന്നെ എന്ത് ചെയ്യും? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ, 6-7 വർഷങ്ങൾക്കുള്ളിലായിട്ട് പേർഷ്യക്കാരെ റോമക്കാർ പരാജയപ്പെടുത്തുന്നതാണ്.
ഏ അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. അള്ളാഹ് ഉദ്ദേശിച്ചവർ അള്ളാഹ് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ്, ഇത് അള്ളാഹിൻ്റെ കരാറാണ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനത്തോട് എതിരാവൂല. പക്ഷെ അധികം ആളുകൾക്കും അവർ അറിയുന്നില്ല. മനുഷ്യരിൽ അധികം ആളുകളും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാചകഘടനയിൽ പരസ്പരം ബന്ധമുള്ള 2 മുതൽ 6 കൂടി വചനങ്ങളുടെ അർത്ഥം മൊത്തത്തിൽ ഇങ്ങനെ സംഗ്രഹിക്കാം. അടുത്ത നാട്ടിൽ വെച്ച് റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പരാജയത്തിന് ശേഷം അതായത് സ്വല്പം കൊല്ലങ്ങൾക്കുള്ളിൽ അവർ വിജയം നേടുന്നതാണ്. മുമ്പും പിമ്പും അതായത് എക്കാലത്തും ആജ്ഞാധികാരം അള്ളാഹുവിനാണ്. അന്ന് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ സഹായത്താൽ സന്തോഷിക്കുന്നതാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. അവൻ തന്നെയാണ് കരുണാനിധി പ്രതാപശാലി. ഇപ്പറഞ്ഞത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമത്രേ. അള്ളാഹു തൻ്റെ വാഗ്ദാനം ലംഘിക്കുന്നതല്ല. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. അപ്പോൾ അടുത്ത നാടെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞത് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അറേബ്യയെ തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അറേബ്യ ഉപദ്വീപിൻ്റെ 2 അയൽരാജ്യങ്ങളായിരുന്നല്ലോ റോമാ സാമ്രാജ്യവും പേർഷ്യ സാമ്രാജ്യവും. പലപ്പോഴും അവർ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ടായിരുന്നു. ഹിജ്റയുടെ അല്പം മുമ്പ് നടന്ന ഒരു ഏറ്റുമുട്ടലിൽ പേർഷ്യക്കാർ ജയിക്കുകയും റോമക്കാരുടെ കീഴിലുള്ള ചില സ്ഥലങ്ങൾ അവർ കൈയടക്കുകയും ചെയ്തു. ഹിജ്റയ്ക്ക് അല്പം മുമ്പാണ് സംഭവം ഉണ്ടായത്. റോമക്കാർ വേദക്കാരായ ക്രിസ്ത്യാനികളും പേർഷ്യക്കാർ ബഹുദൈവാരാധകരുമായിരുന്നു. അതുകൊണ്ട് റോമക്കാരുടെ വിജയത്തിൽ മുസ്ലിങ്ങൾക്കും പേർഷ്യക്കാരുടെ വിജയത്തിൽ മക്കാ മുശ്രിക്കുകൾക്കും താല്പര്യമുണ്ടാവുക സ്വാഭാവികമാണല്ലോ. മുശ്രിക്കുകൾക്ക് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള വൈരം മൂർധന്യത്തിലെത്തിയിരുന്ന അക്കാലത്ത് വിശേഷിച്ചും. അങ്ങനെ പേർഷ്യക്കാരുടെ പ്രസ്തുത വിജയം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യസനകരമായിരുന്നു. അതേ അവസരത്തിൽ ഖുറൈശികൾ അത് അഹങ്കാരവും ആവേശവും ഉളവാക്കി. ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ പരാജയപ്പെടുത്തിയതുപോലെ ഞങ്ങൾ നിങ്ങളെയും പരാജയപ്പെടുത്തുമെന്നിങ്ങനെ ഖുറൈശികൾ അഭിമാനിക്കുകയുണ്ടായി. ഈ അവസരത്തിലാണ് മേലുള്ള ഖുർആൻ വചനങ്ങൾ അവതരിച്ചത്. ഖുർആൻ വചനങ്ങൾ അവതരിച്ചത്. താൽക്കാലികമായ പരാജയത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അധികമൊന്നും ആഹ്ലാദിക്കാൻ വകയില്ല. അല്പം വർഷങ്ങൾക്കുള്ളിൽ ഈ പരാജയം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അന്ന് മുസ്ലിങ്ങൾക്ക് തികച്ചും സന്തോഷിക്കാം. ലോകകാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അവൻ്റെ യുക്തം പോലെ അവൻ അവ കൈകാര്യം ചെയ്യുന്നു. ഇതിൽ മറ്റാരുടെയും ഇഷ്ടത്തിനോ അനുമാനത്തിനോ സ്ഥാനമില്ല. അടുത്ത കാലത്ത് റോമക്കാർ വിജയം വരിക്കുമെന്ന ഈ പ്രവചനം കേവലം ഒരു അനുമാനമോ മതിപ്പോ അല്ല, അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദത്തമാണ്. വാദല്ലാ എന്ന് പറഞ്ഞില്ലേ, ഒരിക്കലും അതിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന അള്ളാഹു പ്രസ്താവിക്കുന്നത്. റോമക്കാരുടെ വിജയം ഏതു കൊല്ലത്തിലായിരിക്കുമെന്ന് തിട്ടപ്പെടുത്തി പറയാതെ ഫിബിളിസിനീൻ ചില്ലറ കൊല്ലങ്ങളിലായി എന്നത്രേ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. 3 മുതൽ 9 വരെയുള്ള എണ്ണത്തിനാണ് ആ വാക്ക് ബിള് ഉപയോഗിക്കുന്നത്. അപ്പോൾ 9 കൊല്ലം കഴിയുന്നതിന് മുമ്പേ ഈ പ്രവചനം പുലരണം. അന്നത്തെ ചുറ്റുപാടും ഇരു രാഷ്ട്രങ്ങളുടെയും പൊതു നിലപാടുകൾ നോക്കുമ്പോൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ റോമക്കാർക്ക് വിജയം കൈവരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക അസംഭവ്യമായാണ് ഖുറൈശികൾ കരുതിയത്. എന്നാൽ മുസ്ലിങ്ങൾക്കാകട്ടെ ഖുർആൻ്റെ വ്യക്തമായ പ്രസ്താവന ഉണ്ടായിരിക്കെ ഒരു നേരിയ സംശയം പോലും ഉണ്ടായില്ല. അങ്ങനെ ഖുർആനെ നിഷേധിക്കുവാനുള്ള ഒരവസരവും മുസ്ലിക്കുകൾക്കും അതിനെ സത്യത സ്ഥാപിക്കാൻ പുതിരവസരം മുസ്ലിങ്ങളും കാത്തിരിപ്പായി. അത്രയുമല്ല, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ഉബയ്യ് ഇബ്നു ഖലഫും തമ്മിലൊരു പന്തയം തന്നെ നടത്തുകയുണ്ടായി. നടക്കുകയുണ്ടായി. വിജയം മുസ്ലിങ്ങൾക്കാണ് ഉണ്ടായതെന്ന് പറയേണ്ടതില്ലല്ലോ. ഹുദൈബിയ സന്ധി ഉണ്ടായതിൻ്റെ അടുത്ത് അതിനു മുമ്പാണെന്നും അഭിപ്രായമുണ്ട്. റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. മുസ്ലിങ്ങൾ അതിൽ സന്തോഷിക്കുകയും ചെയ്തു. അതിനു മുമ്പായി ബദർ യുദ്ധത്തിൽ വെച്ച് ഖുറൈശി നേതാക്കൾ പലരും കൊല്ലപ്പെട്ടു പോയിരുന്നു. ഇനി അപ്പോൾ അവിടെ പന്തയം വെച്ചതിനെപ്പറ്റി പറയാം. അന്ന് ഇസ്ലാമിൽ പന്തയം നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പന്തയം വിരോധിക്കപ്പെട്ടത് ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ചായിരുന്നു. പന്തയത്തിൻ്റെ പ്രതിഫലമായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ധർമ്മം കൊടുക്കപ്പെടുകയാണ് ചെയ്തത്. റോമക്കാരുടെ വിജയം ഉണ്ടായത് 9-ാമത്തെ കൊല്ലത്തിലാണെന്നും 7-ാമത്തെ കൊല്ലത്തിലാണെന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു അലം.
ഈ വചനങ്ങളുടെ അവസാനത്തിൽ പറയുന്നുണ്ടല്ലോ, വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. റോമക്കാരുടെയും പെർഷ്യക്കാരുടെയും അന്നത്തെ നില വെച്ച് നോക്കുമ്പോൾ അടുത്ത കാലത്തൊന്നും റോമക്കാർക്ക് വിജയം പ്രതീക്ഷിക്കുവാൻ വകയില്ലായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ആജ്ഞാധികാര പരിധിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതും അവൻ്റെ ഉദ്ദേശത്തിനും നിയന്ത്രണത്തിനും വിധേയമായതുമാണ്. ബാഹ്യമായ കാര്യകാരണ ബന്ധത്തിൻ്റെ ശൃംഖല ഇവിടെ ഉണ്ടെന്നത് വാസ്തവം തന്നെ. എന്നാൽ ആ ശൃംഖലയുടെ തുടക്കവും നീക്കവും ഒടുക്കവും എല്ലാം തന്നെ ആ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവല്ല. ഒരു കാര്യത്തിൻ്റെ കാരണങ്ങളുടെ ബാഹ്യമായ പട്ടിക പൂർത്തിയായി കഴിഞ്ഞതുകൊണ്ട് മാത്രം അക്കാര്യം സംഭവിക്കുകയില്ല. മനുഷ്യന് അദൃശ്യവും അജ്ഞാതവുമായ ചില ഉപാധികൾ കൂടി സമ്മേളിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്തിയത് തന്നെ അള്ളാഹുവാണ്. അവയ്ക്ക് അടിസ്ഥാനവും നിദാനവുമായി മറ്റൊരു കാര്യകാരണ വ്യവസ്ഥയും അവൻ്റെ പക്കലുണ്ടായിരിക്കാം. എന്നിത്യാദി യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ മനുഷ്യരിൽ തുലയം കുറവാണ്. അജ്ഞതയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കായ്മയുമാണതിന് കാരണം. കേവലം കണ്ണിൽ കണ്ടതിനപ്പുറം മറ്റൊന്നും തന്നെ സ്ഥിതി ചെയ്യുന്നില്ലെന്നും മനുഷ്യൻ്റെ അറിവ് സമ്പൂർണ്ണമാണെന്നുമുള്ള ചിലരുടെ ധാരണയാണ് മറ്റൊരു കാരണം. മിക്ക മനുഷ്യരും ഇത്തരക്കാരാണ്. ഇവരുടെ അറിവിൻ്റെ പരിമിതി അഥവാ ആകത്തുക അടുത്ത വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത് നോക്കുക. അത് നമുക്ക് പിന്നെ നോക്കാം.